അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ നോമ്പുതുറ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നല്ല അടിപൊളി പൊരിച്ച കായ്ക്കുംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുട്ട ബജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മുട്ട ബജി തന്നെയാണോന്നും കൂടി എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ മുട്ട ബജി പോലെ റൈറ്റ് ആണ്. അങ്ങനെ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ മാവ് ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിന്. പിന്നെ അതിനകത്ത് കുറച്ച് മൈദയൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കായ്ക്കുംസ് ഉണ്ടാക്കുമ്പോൾ പൊതുവേ വാട്ടിയിട്ടാണ് ഉണ്ടാക്കല്. പിന്നെ എന്റെ വീട്ടിൽ ഉമ്മയെല്ലാം പൊരിച്ചിട്ടുണ്ടാക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഇത് പൊരിച്ചിട്ടുണ്ടാക്കി നോക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇടങ്ങേറാന്ന് കേട്ടോ. കാര്യം 2 ദിവസം ഞാൻ ലേറ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 ദിവസം നോക്കുമ്പോൾ ഒരു കുക്കിങ്ങിന് ഡിലേ ചെയ്യണം. അപ്പം ഇന്നിതാ എല്ലാം കുറച്ച് നേരത്തെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ മുട്ട ബജി കഴിച്ചിട്ടാ. ഇതെന്നാ മുട്ട ബജിയുടെ ഷേപ്പ് ഇങ്ങനെയാന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ മുട്ട ബജി ഉണ്ടാക്കാം. ലുക്കില്ലാന്നേ ഉള്ളൂ. ടേസ്റ്റിന് ഒരു കുറവില്ലേന് കേട്ടോ. പിന്നെ എന്റെ കായ്ക്കുംസും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിന്. ഞാൻ എപ്പം ഇവിടെ വാട്ടിയിട്ടാണ് ഉണ്ടാക്കല്. ഇന്നിപ്പോ പൊരിച്ചിട്ടുണ്ടാക്കിയപ്പോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഉണ്ടായ. നല്ല അടിപൊളിയായിന്. ഇന്നിപ്പം ജ്യൂസും ഷേക്കും എല്ലാം ഉണ്ടായിന്. ഞാൻ മുന്തിരിയിലേമേനും കുടിച്ചിട്ടുണ്ടായത്.